അൺബോക്സ് ചെയ്യാൻ സാധനമൊന്നും ഇല്ലെന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നത്. ഇത് മാത്രമല്ല വേറെയും കുറച്ച് ഗിഫ്റ്റ്സും കൂടി കിട്ടുന്നത് അതൊക്കെ വഴി അൺബോക്സ് ചെയ്യാം. ഒന്നാമതെന്ന് പറയുന്നത് ഈ ഒരു കമ്മലാണ്. അച്ഛൻ്റെ ഫ്രണ്ടും ഫാമിലിയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ പേര് ജയനമ്മ എന്നാണ്. ആൻറ്റി എനിക്ക് സെലക്ട് ചെയ്ത് തന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. ഒന്നാമതെന്ന് പറയുന്ന ഒരു മൾട്ടി കളർ ഹാങ്ങിങ്സ് ആയിരുന്നു. രണ്ടാമത്തേത് ഈ ഒരു പേളിൻ്റെയാണ്. ഇത് നമുക്കൊരു എലഗൻ ലുക്ക് തരും. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്ന ഈ ഒരു ഹാങ്ങിങ്സ് ആണ്. ഇത് കുറച്ചും കൂടെ വലുതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതിനെക്കാട്ടിലും വലുതായിട്ടുള്ള വേറൊന്നും ഉണ്ടായിരുന്നു. ഇതും പേളിൻ്റെ തന്നെയാണ്. എന്നാലും നമുക്ക് മോഡേണും എന്നാലും നാട്ടിലെ ലുക്ക് തരും. പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ ആക്ച്വലി ഇത് വിചാരിച്ച വളയാണെന്നാണ്. പക്ഷേ ഇത് ആക്ച്വലി വളയല്ലായിരുന്നു, ഇത് കമ്മലായിരുന്നു. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ വളയെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഈ ഒരു ഹുക്ക് കാണുന്നത്. അത് കണ്ടില്ലായിരുന്നു ഞാൻ ആദ്യം വളയെന്ന് തന്നെ വിചാരിച്ചാണ്. കാരണം ഇതാ ബേസിൽ നിന്ന് ഊരിക്കിടക്കുമായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റാണ്. ഇതിങ്ങനെ നമുക്ക് വലിച്ചിട്ട് എനിക്ക് ആക്ച്വലി ഇത് പാമ്പിൻ്റെ തോല് പോലൊക്കെ തോന്നി. ബട്ട് കൊള്ളാം, അടിപൊളി സാധനമായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു മിറർ വർക്ക് വരുന്ന ബ്രേസ്ലെറ്റാണ്. ഇതും കൊള്ളായിരുന്നു. മറ്റേതുപോലത്തെ അല്ല, ഇതിപ്പോൾ ഒരു ടൈപ്പാണ്. നമുക്ക് ഈ കലങ്കാരി ചിക്കൻകാരി ആ മോഡൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാനും അടിപൊളിയായിരിക്കും. പിന്നെ എനിക്ക് കൊണ്ട് തന്നൊരു സാധനമാണ് ഈ കത്രിക. മോളെ നീ ഒരിക്കലും തയ്യൽ നിർത്തരുത് എന്നൊരു മെസ്സേജ് എനിക്ക് അവർ തരുന്നതായിട്ടൊരു തോന്നൽ. ഇല്ല ആൻറ്റി, ഞാൻ ഒരിക്കലും തയ്യൽ നിർത്താൻ പോകുന്നില്ല. പിന്നെ എനിക്ക് അവർ കൊണ്ട് തന്നിരുന്ന സാധനമാണ് ഈ ഒരു ബ്ലൗസ്. ജനമനയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈനർ സ്റ്റുഡിയോയിലാണ്. അങ്കിൾ ഒരു ഡിസൈനറാണ്. അപ്പോൾ അങ്കിൾ സ്വന്തമായിട്ട് ചെയ്തെടുത്ത ഒരു ബ്ലൗസാണിത്. നമ്മുടെ നെക്ക് പോർഷനിലും ബേസിലും സ്ലീവിൻ്റെ അറ്റത്തും എല്ലാം നല്ല ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ട് നല്ലൊരു സൂപ്പർ ഡിസൈനൊക്കെ വെച്ചിട്ടൊരു ബ്ലൗസായിരുന്നു. പിന്നെ ഞാൻ വേറെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പോയില്ല. ഉടനെ തന്നെ പോയി സാരി മേടിച്ചു. 535 രൂപ എങ്ങാണ്ടായിരുന്നു തോന്നി ഈ സാരിക്ക്. എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട് എന്ന് പറയുക. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കൂടുതലൊന്നും ഒരുങ്ങാൻ പോയില്ല. ജസ്റ്റ് ഒന്ന് മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് കെട്ടി ആ കമ്മലും കൂടെ ഇട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ സാരി ഒന്ന് തേച്ചിരുന്ന കുറച്ചും കൂടെ മെനയാൻ തോന്നി. എന്തായാലും ദിസ് ഈസ് ബോഗ ബൈ ജെൻറിയ സൈനിങ് ഫോർ ടുഡേ. അടുത്ത വീഡിയോയിൽ കാണാം.